അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വർക്ക് എനർജി പവർ എന്ന ചാപ്റ്ററിൽ നിന്നിട്ടാണ്. അതിൻ്റെ സബ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ സർക്കുലർ മോഷനാണ്. വെർട്ടിക്കൽ സർക്കുലർ മോഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. സോ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: എ സ്റ്റോൺ ഓഫ് മാസ് 900 gram is tied to a string and moved in a vertical circle of radius 1 meter, making 10 rpm. The tension in the string when the stone is at the lowest point is. കുറച്ച് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. പൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9.8 ആയിട്ട് എടുക്കാനും ജി എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് എടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് 1 97, ഓപ്ഷൻ 2 9.8, ഓപ്ഷൻ 3 8.82 ആൻഡ് ഓപ്ഷൻ 4 17.8. സോ ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് ബ്രീഫ് ചെയ്യാം. ഒരു സ്റ്റോൺ ഉണ്ട്. ആ സ്റ്റോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 900 gram ആണ് എന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു സ്ട്രിങ് യൂസ് ചെയ്തിട്ട്, ആ സ്ട്രിങ്ങിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. 1 മീറ്ററാണ് ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. സോ 1 മീറ്റർ ലെങ്തിലുള്ള ആ സ്ട്രിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ 900 ഗ്രാമിനെ നമ്മൾ 10 റൊട്ടേഷൻസ് പെർ മിനിറ്റ് അല്ലെങ്കിൽ 10 RPM എന്ന റേറ്റിൽ എന്ത് ചെയ്യുന്നു, നമ്മളിതിനെ കറക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റോൺ ഏറ്റവും താഴെ എത്തുന്ന ആ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ലോവർ മോസ്റ്റ് പോയിന്റിൽ എത്തുന്ന സമയത്ത് ആ സ്ട്രിങ്ങിൽ അനുഭവപ്പെടുന്ന ടെൻഷൻ എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ ജസ്റ്റ് ഒരു ഡയഗ്രാം ഒന്ന് നോക്കാം. ഓക്കെ, സോ നമ്മളിതിൻ്റെ ഫിഗർ നോക്കുമ്പോൾ ലൈക്ക് ദിസ് ഈസ് ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി. സോ സെൻട്രൽ പോയിന്റിൽ നിന്നിട്ടും ഇതാണ് ആ സ്ട്രിങ്. അപ്പോൾ ഈ ബ്ലൂ കളറിൽ നിങ്ങൾ കാണുന്നത് അതിൻ്റെ എക്സിക്യൂട്ട് ചെയ്യുന്ന പാത്തും ഇതാണ് ആ സ്ട്രിങ് ഫോളോഡ് ബൈ ദ സ്റ്റോൺ എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ ആയിരിക്കും. സോ ഇതാണ് അതിൻ്റെ ആ ഒരു മിഡ് പോയിന്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ സർക്കുലർ പാത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. സോ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഒക്കെ നമ്മൾക്ക് ആദ്യമായിട്ടൊന്ന് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇവിടെ ഈ സ്റ്റോണിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്ന് പറയുന്നത് ഒന്ന് ഇതിൻ്റെ വെയ്റ്റും അതുപോലെ തന്നെ ഇവിടെ ആക്ട് ചെയ്യുന്ന എന്തായിരിക്കും, ടെൻഷൻ ടി അകത്തോട്ടുണ്ടായിരിക്കും. സോ നെറ്റ് ഇൻവേർട്ട് ഫോഴ്സ്, അതായത് ഇവിടെ നെറ്റ് ഇൻവേർട്ട് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നെറ്റ് ഇൻവേർട്ട് ഫോഴ്സ് എന്ന് പറയുന്നത് ടി മൈനസ് എം ഇൻറ്റു ജി ആണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അതാണ് ഈ ഒരു സ്റ്റോണിനെ സർക്കുലർ പാത്തിൽ റൊട്ടേറ്റ് ചെയ്യിക്കാനായിട്ട്, സർക്കുലർ പാത്തിൽ ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ടി മൈനസ് എം ഇൻറ്റു ജീനെ നമുക്ക് എന്തെന്ന് എഴുതാം? നമുക്കറിയാവുന്ന ജനറൽ എക്സ്പ്രഷൻ തന്നെയാണ് എം വി സ്ക്വയർ ബൈ ആർ അല്ലെങ്കിൽ എം ഇൻറ്റു ആർ ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. സോ നമ്മൾക്ക് വേണ്ട ജനറൽ എക്സ്പ്രഷൻ നമ്മൾക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. എന്താണത്? ടി മൈനസ് എം ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു എം ടൈംസ് ആർ ഇൻറ്റു ഒമേഗ സ്ക്വയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ക്യാപിറ്റൽ ടി ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ശരിയല്ലേ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ക്യാപിറ്റൽ ടി എന്ന എക്സ്പ്രഷനെ ഇവിടെ ലെഫ്റ്റിലിട്ടിട്ട് ബാക്കി എല്ലാ ടേമും ഞാൻ റൈറ്റിലോട്ട് കൊണ്ടുപോകും. അങ്ങനെ റൈറ്റിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്കറിയാം മാസ് എം എന്ന് പറയുന്നത് എന്താണ്, കോമൺ ആണ്. സോ എം ടൈംസ്, നോക്കിയ മക്കളെ, ആർ ഇൻറ്റു ഒമേഗ സ്ക്വയർ പ്ലസ് ജി എന്നായിരിക്കും നമ്മൾക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, സോ നൗ ടി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഓൾ റൈറ്റ് സ്മോൾ ലെറ്റർ ആർ ഇൻറ്റു, മക്കളെ ഈ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നതിനെ നമുക്ക് 2πf ദ ഓൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും ഇൻറ്റു ജി, ശരിയല്ലേ? ഇവിടെ കുറച്ചൊരു കാൽക്കുലേഷൻ പാർട്ടുണ്ട്. സോ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും. സോ ഹിയർ നൗ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് എം ഇൻറ്റു സ്മോൾ ലെറ്റർ ആർ ഇൻറ്റു ഫൈൻ. ഇതെന്താകും മക്കളെ? ഇതെന്ന് പറയുന്നത് 4 ടൈംസ് പൈ സ്ക്വയർ അല്ലേ? അടുത്തത് ഫ്രീക്വൻസിയാണ്. എഫ് സ്ക്വയർ എന്നുള്ള ടേമാണ് വരുന്നത്. സോ ആ ഫ്രീക്വൻസിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ സ്റ്റോൺ കറക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 10 റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആണ്. സോ ഒരു സെക്കൻഡിൽ എത്ര വന്നു? 10/6 എന്ന് വരും, ശരിയല്ലേ? സോ അതുകൊണ്ട് തന്നെ എഫിൻ്റെ വാല്യൂ നമ്മൾക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? എഫിൻ്റെ വാല്യൂ നമ്മൾ എഴുതാൻ പോകുന്നത് 10/60 എന്നാണ്. സോ 10/60 ദ ഓൾ സ്ക്വയർ എന്ന് വന്നു. ഓക്കെ അല്ലേ? ആണല്ലോ. പ്ലസ് എന്തായി? ജി എന്നുള്ള ടേം നമുക്കൊന്നു. സോ ഇതുവരെ കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നോക്കിയേ മക്കളെ, അടുത്ത കാൽക്കുലേഷൻ പാർട്ടിലോട്ട് നമ്മൾ പോകുമ്പോൾ
ലെറ്റ് മീ ടേക്ക് ദിസ് ഫ്രം ഹിയർ. നമ്മൾ ഇതിനാണല്ലോ മോഡിഫൈ ചെയ്യാൻ പോകുന്നത് അല്ലേ. സോ ഐ എം ടേക്കിംഗ് ദിസ്. ലെറ്റ് മീ ഹാവ് ഇറ്റ് ഓവർ ഹിയർ. ഫൈൻ. സോ ഇതാണ് നമ്മുടെ എന്ത് ടെൻഷൻ ടി എന്ന് പറയുന്നത്. സോ നോക്കിയേ, നൗ ടെൻഷൻ ടി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു, നമുക്കിതിൻ്റെ കാൽക്കുലേഷൻ പാർട്ടിലോട്ട് കിടക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. ആദ്യമേ ആർ എന്ന് പറയുന്നത് എത്ര കുഞ്ഞ്? ആർ എന്ന് പറയുന്നത് 1 മീറ്ററാണ്. ക്വസ്റ്റ്യൻ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ശരിയല്ലേ? ഇൻറ്റു 4 ടൈംസ് പൈ സ്ക്വയർ ഇൻറ്റു, ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ 0 0 കട്ടായി പോകും. പിന്നെന്താണ് ഇവിടെ ഉള്ളത്? 1/36 പ്ലസ് ജീൻ്റെ വാല്യൂ നമ്മൾ എന്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്? ജീൻ്റെ വാല്യൂ നമ്മളോട് അവർ പറഞ്ഞിരിക്കുന്നത് 9.8 ആയിട്ട് തന്നെ എടുക്കാനാണ്. ശരിയാണല്ലോ? അപ്പോൾ ഇനി നോക്കുക, മാസ് എന്ന് പറയുന്നത് 900 ഗ്രാം ആയിരുന്നു. അതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? 9/10 എന്ന് എഴുതാം, ആണല്ലോ. 1 ഇൻറ്റു ഈ പൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9.8 എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻറ്റു 4/36, അത് നിങ്ങൾക്കറിയാം 1/9 ആണ്, ശരിയല്ലേ? ആണല്ലോ. പ്ലസ് 9.8. മക്കൾ നോക്കിക്കേ, ഈ 9.8 എന്ന് പറയുന്നത് കോമൺ അല്ലേ? സോ 9.8 വെളിയിലോട്ട് വന്നു. 9/10, ഇനി ഇവിടെ എന്താണ് മക്കളെ ബാക്കിയുള്ളത്? 1/9 പ്ലസ് എന്താണ്? 1 എന്നാണ് കിടക്കുന്നത്. സോ നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ, സോ വി ആർ ഹിയർ വിത്ത് ദ വാല്യൂ ഓഫ് ടി, റൈറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിയ കുഞ്ഞുങ്ങളെ, ടി ഈസ് ഈക്വൽ ടു 9.8 ഇൻറ്റു 9/10 മൾട്ടിപ്ലൈഡ് ബൈ, ഇതിനെ സോൾവ് ചെയ്താൽ എത്ര വരും? ഇതിനെ സോൾവ് ചെയ്താൽ നമ്മൾ കിട്ടുന്നത് 10/9 എന്നായിരിക്കും. വളരെ സിമ്പിളാണ്. ഇതും ക്യാൻസലായി പോകുന്നു. സോ നമ്മുടെ ആൻസർ എത്ര വന്നു? ടി ഈസ് ഈക്വൽ ടു 9.8 ന്യൂട്ടൺ എന്ന ആൻസറിലോട്ട് നമുക്ക് എത്താൻ പറ്റും.